സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഖം ശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ കപിലോപദേശമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 24 തത്വങ്ങളെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു. 25ാമത്തേതായ ആത്മാവിനെ അറിയാനാണ് ഇത് പറഞ്ഞത്. ആ പ്രകൃതി പുരുഷൻ രണ്ടും ചേർന്നാലേ പ്രപഞ്ചമുള്ളൂ എന്നും സത്യത്തിൽ പുരുഷനായ ആത്മാവിന് പ്രകൃതിയോടോ പ്രപഞ്ചത്തോടോ ബന്ധമില്ല, ഉണ്ട് എന്ന് തോന്നുകയാണ്. വെള്ളത്തിലെ പ്രതിബിംബം പോലെ, സൂര്യൻ ഇളകുന്ന ഉദാഹരണം പറഞ്ഞ പോലെ. അവിടേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുക എന്നും പറഞ്ഞു. ഭക്തി കൊണ്ട് മതനുഭജന തത്വാലോചനേ, എന്നെ ഭജിക്കുക, അത്യാവശ്യം തത്വചിന്തകൾ ചെയ്യുക. അപ്പോൾ വായിക്കലാവാം, മറ്റുള്ളവരിൽ നിന്ന് കേൾക്കലാവാം, ഒക്കെ ചിന്ത എന്നുള്ള തത്വാലോചനയിൽ പെടും. ധ്യാനയോഗം അതിന് വളരെ നല്ലൊരു പ്രായോഗിക മാർഗമാണ്. ധ്യാനയോഗം. അപ്പോൾ ഗരുഡൻ്റെ പുറത്ത് കയറി സുന്ദര സ്വരൂപത്തോട് കൂടിയിട്ടുള്ള നീലമേഘശ്യാമള സ്വരൂപത്തോട് കൂടിയിട്ടുള്ള എന്നെ അമ്മേ ആവും വിധം മനസ്സിൽ കണ്ട് ധ്യാനിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. ധ്യാനയോഗം ഇല്ലാണ്ട് ഒരു ആത്മീയ പദ്ധതി പൂർണ്ണമാവണേ ഇല്ല. എവിടെ നോക്കിയാലും ഉണ്ടാവും. ഗീതയാവട്ടെ, വേറൊന്നാവട്ടെ, പതഞ്ജലിയുടെ കാര്യമാവട്ടെ, മറ്റൊരു ഏത് പദ്ധതി പ്രകാരവും ധ്യാനം ഒരു വിഷയമാണ്. അഷ്ടാംഗ യോഗത്തിലും ധ്യാനമുണ്ട്. ധാരണ, ധ്യാനം, സമാധി. അപ്പം ധ്യാനം അനിവാര്യമാണ്. എങ്ങനെ കഴിയുമോ അങ്ങനെ. നന്നായിട്ടൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിച്ചാൽ ഏറ്റവും നന്നായി. അല്ലച്ച പിന്നെ അവനെ കൊണ്ട് കഴിയണ പോലെ ആയാലും അതിൻ്റെ ഗുണമുണ്ടാവും. ശരിക്കുള്ള ഗുണമുണ്ടാവും, കുറച്ചായ കുറച്ച് ഗുണമുണ്ടാവും. എങ്ങനെയായാലും ധ്യാനം ഇല്ലാതെ ഒരാത്മീയ പദ്ധതി പൂർണ്ണമാവില്ല, ലക്ഷ്യപ്രാപ്തി അടയാനും സാധ്യമല്ല. അപ്പോൾ ആ ധ്യാനം ശീലിക്കാനാണ് പറഞ്ഞത്. അടുത്തതായിട്ട് ഭക്തി യോഗത്തെക്കുറിച്ച് തന്നെ തിരിച്ചു വരികയാണ്. ശ്ലോകം: മമ ഗുണഗണലീലാകർണനെ കീർത്തനാദേർ മൈസുരതരിദോഹപ്രഖ്യ ചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹ്യമൃത്യോർവിജേത്രി കപിലതനുരുദിത്വം ദേവഹൂത്യൈ നിഗാതി. കപിലതനുവായിട്ടുള്ള അങ്ങ് ദേവഹൂതിയോട് ഇപ്രകാരം പറഞ്ഞു. എല്ലാ ശ്ലോകത്തിലും പറഞ്ഞ പോലെ തന്നെ. എങ്ങനെയാണ് ഭക്തി യോഗത്തിൽ കുറച്ചും കൂടി പ്രാധാന്യമുള്ളതുകൊണ്ട് അത് ആവർത്തിച്ച് പറഞ്ഞു. നേരത്തെ പറയേണ്ടായി മതനുഭജന തത്വാലോചനയിൽ നോക്കാം. അപ്പോൾ ഇവിടെ ഭക്തി യോഗമാണ് സാധാരണക്കാരെ സംബന്ധിച്ച് എന്നിലെത്താനും തത്വചിന്ത അറിയാനും ഏറ്റവും നല്ല മാർഗം. തത്വചിന്ത അനുഭവത്തിൽ വരും. അറിഞ്ഞോളണമെന്നൊന്നുമില്ല, അറിയാണ്ടി അനുഭവിക്കാമെന്ന് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. ഇനി അറിയാതെ അനുഭവിക്കുക പഞ്ചാര പായസത്തിൻ്റെ മാധുര്യം. അതിനെക്കുറിച്ച് വല്ലതും നമുക്ക് അറിഞ്ഞിട്ടാണോ? പഞ്ചാര പായസം വളരെ നന്നായി എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണ്ടാക്കിക്കോളൂ എന്ന് പറയും. അയ്യോ അതെനിക്കറിയില്ല കേട്ടോ എന്ന് പറയും. എന്തൊക്കെയാണ് അതിൽ കൂട്ടുക? അയ്യോ അതും എനിക്ക് നല്ല നിശ്ചയില്ല, അതിപ്പോൾ ചോദിക്കുക തന്നെ വേണം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ പഞ്ചാര പായസം ആസ്വദിച്ചത്. അപ്പോൾ ആസ്വാദനം എപ്പോഴും അറിവാവണമെന്നില്ല. പാട്ട് സ്ഥലമായിട്ടോ ഞാൻ അങ്ങനെ മതി മറന്നു, ഏതാ രാഗം എന്ന് പറയും. അയ്യോ അതൊക്കെ അറിയില്ല കേട്ടോ. താളോ ആവശ്യമില്ല, ആരാ രചന ആവശ്യമില്ല, അതൊന്നും ഇഷ്ടമില്ല. പക്ഷേ സംഗീതം സൂപ്പറായി. അതെങ്ങനെ പറഞ്ഞേ? അപ്പം അറിവല്ല, പലപ്പോഴും അനുഭവം ആവണം എന്നില്ല. അറിവില്ലെങ്കിലും നമുക്ക് അനുഭവം വരണം. എന്താ പാട്ടെന്ന് ഇഷ്ടമുണ്ടോ എന്നൊക്കെ പറയും. പക്ഷേ രാഗതാളങ്ങളാവട്ടെ, സ്വരസ്ഥാനങ്ങളാവട്ടെ, അറിയാതെ പാട്ട് കേട്ട് ആനന്ദിക്കുന്നവർ എത്ര ആൾക്കാരുണ്ട്. എല്ലാവരും പഠിച്ചിട്ടാ.
പഠിച്ചവർ പഠിച്ച പോലെ ആസ്വദിക്കും, പഠിക്കാത്തവർ പഠിക്കാത്തില്ല പോലെയുള്ള ആസ്വാദനം ഉണ്ടാവും. അറിവുള്ള ജ്ഞാനികൾ ഈശ്വരനെ അറിഞ്ഞ് അനുഭവിക്കും, അറിയാത്തവരോ ഭക്തി കൊണ്ട് അനുഭവിക്കും. അറിവാവണം അനുഭവം എന്നില്ല. അപ്പോൾ ആ ഭക്തിയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് കുറേയും കൂടി പ്രായോഗികം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ശ്ലോകത്തിൽ ഭക്തിയുടെ ലക്ഷണം, എങ്ങനെ ഭക്തി ഉണ്ടാവും, ഒരാളെ എങ്ങനെ ഭക്തനെന്ന് പറയാം, ഭക്തിയുടെ ഉണ്ടാവല് വളരൽ ഇതൊക്കെ എങ്ങനെയാണ്, അതൊക്കെ ചുരുക്കിയിട്ടാണ് പറഞ്ഞിരിക്കണം. ഇവിടെ പറയുന്നത് മമ ഗുണ ഗണ ലീലാകർണനെ കീർത്തനാദേ. എത്ര എത്ര ചെറിയ വാക്കുകളിലാണ് അറിയും. മമ എൻ്റെ, ഭഗവാൻ പറയാണ് എൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ലീലകളെക്കുറിച്ച് ആകർണനം ചെയ്യുക, കേൾക്കുക. ഏത് മാർഗമാണെങ്കിലും ശ്രവണം ആദ്യതാണ്. ശ്രവണം കീർത്തനം സ്മരണം എന്ന് പറഞ്ഞിട്ടാണ് പോവുക ഭക്തിയോഗം. ജ്ഞാനയോഗമാണെങ്കിലോ ശ്രവണം മനനം നിധിധ്യാസം, അവിടെ ഈ ശ്രവണമാണ് വരുന്നത്. ശ്രവണം എന്ന് പറഞ്ഞാൽ ഭക്തിയോഗത്തിന് മാത്രമുള്ളതല്ല, ഏതിനും ശ്രവണം ഉണ്ടാവണം. ചെവി ഇല്ല എന്ന് കൂട്ടുക, ശ്രവണശക്തി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പഠിക്കാൻ കഴിയില്ല. ഗുരു പറഞ്ഞു തരുന്നത് മിക്കവാറും ചെവി കൂടെ കേട്ടിട്ടാണ് മനസ്സിൽ. ഡ്രൈവിങ് ആരാ പറഞ്ഞു തരുന്നത്? അറിയുന്ന ആൾ പറഞ്ഞു തരുന്നു, ചെവി കൂടെ കേൾക്കണം. ഇടത്തോട്ട് തിരിക്കൂ, വലത്തോട്ട് തിരിക്കൂ, അവിടെ ചവിട്ടു, ക്ലച്ച് ചവിട്ടു. ഇത് കേൾക്കുന്നത് ഇതിൽ കൂടിയിട്ടാണ്, ചെവി കൂടിയിട്ടാണ്. അധികം ആളും അല്ലേ. ഇനിയിപ്പോൾ ചെവി ഇല്ലാത്തവർക്ക് പഠിക്കാൻ വേറെ വഴിയുണ്ടോയെന്ന് ഉദ്ദണ്ഡവാദം ചെയ്യുക, അത് വേറെ വിഷയം. സാധാരണക്കാരൊക്കെ കേട്ടിട്ടാണ് എല്ലാം ആദ്യം മനസ്സിലാക്കുക അല്ലേ. അപ്പം അതാണ് ആകർണനേഹി. ഈശ്വരനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭക്തി ഉണ്ടാവുന്നു. ഒരു പ്രധാന കാര്യമാണ് ശ്രവണം. കീർത്തനാദ്യേ, ശ്രവണം കീർത്തനം. പിന്നെ വിഷ്ണു സ്മരണം, ധ്യാനത്തിനെ പറ്റി പറഞ്ഞു. പാദസേവനം, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക, അനുസരിക്കുക, അതാണ് പാദസേവനം. പാദത്തിൽ പോയിട്ട് ഒഴിയുക എന്ന് മാത്രമല്ല പാദസേവനം എന്നുള്ള ഭക്തിയോഗത്തിൽ പറയുന്ന അർത്ഥം. ഭഗവാൻ പറഞ്ഞതൊക്കെ അനുസരിക്കലാണ് വിപുലമായ അർത്ഥത്തിൽ. കാല് തലോടൽ മാത്രമല്ല പാദസേവനം. കീർത്തനാദ്യേ, അങ്ങനെ ഭക്തി ഉണ്ടാകുന്നു. ഭക്തിയിൽ ഉൽപ്പത്തി വൃദ്ധി എന്ന് വേറൊരുത്തിയിൽ നാരായണീയത്തിൽ അവസാനത്തെ ദശകങ്ങൾ പറഞ്ഞു. ഉൽപ്പത്തി വൃദ്ധി, ഉണ്ടാവുന്നു വളരുന്നു. എല്ലാം അങ്ങനെയാണല്ലോ. നമ്മളാദ്യം ജനിച്ചു, പിന്നെ വളർന്നു. ചെടി കുഴിച്ചിട്ടു, അത് വളർന്നു. ആദ്യം മുളയ്ക്കു, പിന്നെ വലുതായി. എല്ലാം ഉണ്ടായി വളരണം, അങ്ങനെയാണല്ലോ. മൈ ഹരിതോ സരിതോഹ പ്രഖ്യചിത്താനുവൃത്തി. അപ്പോൾ സാവധാനം ആരംഭിച്ചതായിരിക്കുന്ന ഭക്തി ഉണ്ടാകലാണ് ആദ്യം ഉണ്ടാവേണ്ടത്. കേൾക്കുമ്പോൾ കൂടുതൽ കേൾക്കണം എന്നുള്ള തോന്നൽ ഒരു ഭക്തിയുടെ ലക്ഷണമുണ്ട്. ഭഗവാനോടുള്ള അടുപ്പം ഇങ്ങനെ വർദ്ധിച്ചു വരിക, കണ്ണുനീരുണ്ടാവുക, രോമാഞ്ചം ഉണ്ടാവുക, സർവം മറക്കാനായിട്ട് കഴിയുക. ശരകഥകൾ കേൾക്കുമ്പോൾ ബാക്കിയൊക്കെ ഇങ്ങോട്ട് മറക്കാൻ കഴിയുക. ഇതര രാഗവിസ്മാരണം നൃണാം എന്ന് ഗോപികാഗീതത്തിലൊരു വരിയുണ്ട്. ഇതര രാഗങ്ങൾ, എല്ലാറ്റിനോടുള്ള സ്നേഹം അങ്ങോട്ട് കുറയും. എന്തേ കിട്ടിയേച്ചാൽ കഴിക്കുക, ഭക്ഷണത്തിൽ നിർബന്ധമില്ല. എന്താ കിടക്കാൻ തരാച്ചാൽ അവിടെ കിടക്കാൻ നിർബന്ധമില്ല. പാട്ട് കേൾക്കണില്ലേ, കേൾക്കണുണ്ടോ ആവാം. ഒന്നിലും നിർബന്ധമില്ലാത്ത അവസ്ഥ വരിക. അത് തന്നെയാണ് ഭക്തി ഉത്പത്തി. അതിങ്ങനെ വളർന്ന് വലുതാവും. ചെടി എങ്ങനെയാണോ വലുതാവുക, വെള്ളം ഒഴിക്കുക, വളടുക. അപ്പം അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കിട്ടണം. ഭക്തന്മാരുടെ സംഘം ഒന്നാമത്. പ്രോത്സാഹനം. പിന്നെ ചെറിയ ചെറിയ അനുഭവങ്ങൾ. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും അനുഭവം കണ്ടു, അത് പ്രോത്സാഹനമാണ്. ഇതൊക്കെ അതിൻ്റെ സാഹചര്യങ്ങളാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കൂടിയിട്ട് എന്തുണ്ടാവണം? ആരംഭിച്ചതായ ഭക്തി ആ ഘട്ടത്തിൽ തന്നെ നിൽക്കാതെ വർദ്ധിച്ച് വരും. കുറച്ച് നാമം ജപിക്കലൊക്കെ കാര്യം ഉണ്ടാവുള്ളൂ. അത് പോയിട്ട് സഹസ്രനാമം പഠിക്കണം. ആ ഭാഗവതം ഒന്ന് നോക്കിക്കളെ, ഒന്ന് വായിക്കണം. സപ്താഹ വേദിയിൽ ഒന്ന് വായിക്കണം, ഒരാഗ്രഹം വരിക. അപ്പോൾ എവിടെയോ കിടന്നിരുന്ന് നമ്മൾ എവിടെ എത്തി?
പാരായണക്കാരനായി. ചെറിയ സ്റ്റേജല്ല, ആചാര്യൻ്റെ അടുത്ത സ്റ്റേജാണ് ഉപശ്രുതൻ എന്ന് യജ്ഞത്തിൽ പറയുന്ന വായിക്കുന്ന ആൾ. പിന്നെ കേട്ടത് ആചാര്യനാണ്. അപ്പോൾ എവിടെ എത്തി നമ്മൾ നോക്കൂ. ഇങ്ങനെ ക്രമത്തിൽ ആരംഭിച്ചതായ ഭക്തി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം എന്നുള്ള തോന്നലുണ്ടാവുക, ആരുടേന്നെങ്കിലുമൊക്കെ പഠിക്കണം എന്നുള്ള തോന്നലുണ്ടാവുക. അങ്ങനെ നമ്മൾ പോലും അറിയാതെ ക്രമത്തിൽ തുഷ്ടി പുഷ്ടി ക്ഷുത ഗായോനു കാസം എന്ന് ഏകാദശത്തിൽ പ്രയോഗമുണ്ട്. നമ്മൾ ഈ പോഷകാഹാര പദ്ധതിയിൽ കൂടിയിട്ട് ശോഷിച്ച ശരീരത്തെ നന്നാക്കുമ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് നന്നായിരിക്കണമെന്ന് തോന്നും. വെയിറ്റ് കൂടാം, സൗന്ദര്യം കൂടാം, തേജസ് കൂടാം, ഉത്സാഹം കൂടാം. എന്തായാലും 6 മാസം മുമ്പേ ഉള്ള പോലെയല്ല, ഉറപ്പാണ്. അപ്പോൾ അത് ഏത് ദിവസത്തെ പോഷകാഹാരം കൊണ്ടാണ് ഇത്ര ഡിഗ്രി കൂടിയത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഇത്രാം തീയതി കഴിച്ചതുകൊണ്ട് 2 ഗ്രാം കൂടി, ഇത്രാം തീയതി കഴിച്ചതുകൊണ്ട് കുറച്ച് തടി കൂടി, ഇത്രാം തീയതി കഴിച്ചതുകൊണ്ട് സൗന്ദര്യം കൂടി, ഇതൊന്നും പറയാൻ പറ്റില്ല, അളക്കാനോ പറയാനോ പറ്റില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ എന്തായാലും മാറ്റം വന്നിട്ടുണ്ട്, അത്രേ അറിയാൻ പറ്റുള്ളൂ. ഇതേപോലെ നമ്മുടെ ഭക്തി എങ്ങനെ വളരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് ഘട്ടത്തിൽ എപ്രകാരം എത്രയൊക്കെ ആയി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒന്ന് പറയാം, വളർന്നിട്ടുണ്ട്. മുമ്പത്തെ പോലെയല്ല. ഇപ്പോൾ കുറച്ചൊക്കെ അതൊക്കെ ഇല്ലാതെയൊക്കെ നിൽക്കാനൊന്നും വയ്യ. പക്ഷെങ്കിലും വായിക്കാണ്ട് നല്ല കാര്യങ്ങൾ കേൾക്കാതെ ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ വയ്യ. ആ ദിവസം എന്തിനു കൊള്ളും എന്നൊക്കെ ഇങ്ങോട്ട് തോന്നുക. ഒരു ദിവസം നമ്മുടെ നാമജപം ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം വ്യർത്ഥമായി എന്ന് വിചാരിച്ചോളാനാണ് മഹാത്മാക്കൾ പറയണത്. ഗാന്ധിജിയെ പോലുള്ളവരും പരമഹംസരെ പോലെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വ്യർത്ഥമാണെന്ന് കൂട്ടിക്കോളൂ. എന്തുണ്ടായിട്ടും കാര്യമില്ല, എന്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് കൃത്യമായിട്ട് നടന്ന അന്നത്തെ ദിവസം ധന്യമായി. അതിനൊക്കെ ഇങ്ങോട്ട് തന്നെ തോന്നണം. ഇതൊക്കെ ഇപ്പോൾ ഒരാൾ പറഞ്ഞിട്ടോ ഒരാളെ കാണിക്കാനോ അല്ല. ഷോ ആമഞ്ചോ എങ്ങനെയും മുടക്ക് വയ്യ കേട്ടോ, ഓക്കെ അതേ ഉള്ളൂ ഈ ജീവിതത്തിൽ എന്നൊക്കെ ഇങ്ങോട്ട് തോന്നുമ്പോൾ അതിങ്ങനെ ക്രമത്തിൽ വളർന്ന് നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറും. അത്രയുള്ളൂ ചുരുക്കം. മൈ സുരസരിതോഖ പ്രഖ്യ ചിത്താനുവൃത്തി. സാവധാനം ആരംഭിച്ച ഭക്തി മൈ എന്നിൽ സുരസരിതോഖ. സരിതോഖം എന്ന് പറഞ്ഞാൽ ഗംഗാപ്രവാഹം എന്നാണ്. സരിതോഖം, ഓഖം എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നാണ്. ഇടതടവില്ലാത്ത ഒഴുക്കിനാണ് ഓഖം എന്ന് പറയുക. ഈ ഗംഗയ്ക്കൊരു പ്രത്യേകതയുള്ളത്, വേനൽക്കാലത്തും വെള്ളം ഉണ്ടാവും, മഴക്കാലത്തും വെള്ളം ഉണ്ടാവും. ആണ് അവിടെ ഗംഗയെ തന്നെ ഉപമിച്ചത്. ഭാരതപ്പുഴയിൽ നിന്ന് ഇപ്പോൾ ഉപമിക്കാൻ പറ്റില്ല, എല്ലാ കാലത്തും വെള്ളം ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇത് മഞ്ഞ് ഉരുകിയിട്ട് വേനൽക്കാലത്തും മഴ പെയ്തിട്ട് മഴക്കാലത്തും എല്ലാ കാലത്തും ഇടതടവില്ലാത്ത പ്രവാഹം, യാതൊരു മുറിവുമില്ല. അതാണ് സുര സരിതോഖ പ്രഖ്യ എന്ന് പറയണത്. ആ ഗംഗാപ്രവാഹം പോലെ സുഖമായാലും ദുഃഖമായാലും നല്ലതായാലും ചീത്തയായാലും രാവായാലും പകലായാലും യാതൊരു മാറ്റവും ഇല്ലാതെ ഒരു നിമിഷം പോലും ഈശ്വരചിന്ത ഇല്ലാത്ത അവസ്ഥ. സാധ്യഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അധികം ആൾക്കും കുട്ടിക്കാലത്ത് അങ്ങനെ കഴിഞ്ഞു. ബാലത്താവൽ ക്രീഡാസക്ത, തരുണത്താവൽ തരുണീസക്ത. അധികം ആളുകളും ആത്മീയമായിട്ടുള്ള ഗൈഡൻസ് കിട്ടിയില്ലെങ്കിൽ അങ്ങനെയാണ്. കുട്ടിക്കാലത്ത് കളിപ്പാട്ടങ്ങളിലും കളികളിലും ശ്രദ്ധ, യൗവനകാലത്ത് സ്ത്രീ വിഷയമായിട്ടും വിവാഹ ജീവിതം കുടുംബം അങ്ങനെ പോവും. വയസ്സ് കാലത്തോ താൻ പ്രവൃത്തി എടുത്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്താസക്ത. വയസ്സ് കാലത്ത് അടുത്തൊരു ചിന്ത കൂടുക. എന്താ വെച്ചാൽ വെറുതെ ഇരിക്കുകയാണല്ലോ, പണിയെടുക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റില്ല, മനസ്സതിൽ വ്യാപരിക്കും. അതല്ല വെച്ചാലോ അതെന്തേ അയാൾ ഇങ്ങനെ പറഞ്ഞ, എന്തേ അവൻ ഇങ്ങനെ പറയാൻ കാരണം, ഇങ്ങനെ ഓരോ ചിന്ത. ഞാൻ ചെയ്തൊക്കെ വെറുതെ ആയോ, ഈ ജീവിതം തന്നെ വെറുതെ ആയോ, ഞാൻ എന്തിനാ ഇപ്പം ഇത്രയും കാലം ജീവിച്ചത്. ഇങ്ങനെ ഓരോരുത്തരുടെ സമീപനത്തെക്കുറിച്ചും ഓരോരുത്തർ തന്നോടെടുത്തിട്ടുള്ള അതിനെക്കുറിച്ചിട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ ചിന്ത ചെയ്തിരിക്കുക.
വൃദ്ധസ്ഥാവൽ ചിന്താസക്ത എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രവൃത്തി അധികം എടുക്കില്ല. പ്രവൃത്തിയൊക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ് ചിന്ത. പ്രവൃത്തി ഇല്ലാത്തപ്പോൾ ചിന്ത കൂടും. പരമേ ബ്രഹ്മണി കോപിനസക്ത, ആർക്കും പരബ്രഹ്മത്തിനെ കുറിച്ചോ ഈശ്വരനെ കുറിച്ചോ കോപിന, ആർക്കും ചിന്തയില്ല. അപ്പം സ്വതമേ നമ്മുടെ ഏർപ്പാട് അങ്ങനെയാണ്. ഒരു ആത്മീയ ഗൈഡൻസോ ആത്മീയമായിട്ടുള്ളൊരു പശ്ചാത്തലമോ നമുക്ക് കിട്ടാത്തൊരു ജീവിതമോ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നിലും താല്പര്യമില്ല. പക്ഷേ ഭാഗ്യം കൊണ്ട് സത്സംഗം കൊണ്ടും മഹാന്മാരുമായിട്ടുള്ള സംഘം, ഇതൊക്കെ ഒരു സത്സംഗമാണ് അല്ലേ. നാരായണ ഭട്ടതിരിയെക്കുറിച്ചും വ്യാസഭഗവാനെക്കുറിച്ചും ഗുരുവായൂരപ്പനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയണത്. അപ്പോൾ ആര് പറഞ്ഞാലും നമ്മുടെ യോഗ്യതയൊന്നുമല്ല അത്. ആ പറയുന്ന സംഗതികൾക്കൊരു യോഗ്യതയുണ്ടല്ലോ, അത് സത്സംഗമാണ്. അപ്പോൾ ആ സത്സംഗം നമ്മളെ എന്തു ചെയ്യുന്നു? ഈശ്വര വിഷയത്തിൽ പിടിച്ചു നിർത്തുന്നു. അപ്പോൾ ഇത് വലിയൊരു സംഗതിയാണ് നമ്മൾ ഈ ചെയ്യുന്നത് എന്ന് പറയാനുള്ള കാരണം, അത് നമ്മുടെ ആ ഉള്ളിലുള്ളതായിരിക്കുന്ന ഭക്തി ഏറ്റവും വേണ്ട കാര്യം, അതിനെ നമ്മൾ പോഷിപ്പിക്കണം. അല്ലാണ്ട് അത് നേരെയാവില്ല. വിളക്ക് കാറ്റ് വന്നാൽ കെടും, ചെടി വെയിൽ കൊണ്ടാൽ പാടും, വെള്ളം കിട്ടിയില്ലെങ്കിൽ പാടും. അപ്പം അതൊക്കെ കൊടുത്ത് വെയിൽ കൊള്ളാണ്ട് കാറ്റ് തട്ടാണ്ട് ആ ദീപത്തിനെ സംരക്ഷിക്കുന്നത് പോലെ ഈ ഭക്തിയെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുവരണം. എന്നാലേ അത് നിലനിൽക്കുള്ളൂ, വളരുള്ളൂ, ഒക്കെ ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത് എന്ന് നമുക്ക് ആശ്വസിക്കാം തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള സംഗതികൾ, അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ പലതും ഉണ്ടായി. ഗ്രൂപ്പ് മാത്രമല്ലല്ലോ. അപ്പം അതിലൊക്കെ കുറച്ച് ഏറ്റവും ഇന്നത്തെ കാലത്തിനനുസരിച്ച് എളുപ്പമാണ് നമുക്ക് അതിലേക്ക് എത്താൻ. പണ്ടത്തേക്കാളും സൗകര്യമല്ലേ ഒരു കണക്കിന് നോക്കുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ മാത്രമേ അതിന് പോഷണം കിട്ടുള്ളൂ. വെറുതെ ഉണ്ടിട്ടും ഉറങ്ങിയിട്ടും എന്തായാലും നമ്മൾ മൊബൈൽ നോക്കാത്തവരല്ല എന്ന് ഉറപ്പാണ്, തീർച്ചയായും. ഈ കണ്ണി കണ്ടത് കണ്ട് നേരം കളയേണ്ട നേരം ഇത് ലേശം കണ്ടൂടെ. അപ്പോൾ എന്തായിട്ട് മാറുന്നു? അല്പമായിട്ട് ഉദിച്ചതായിട്ടുള്ള ഭക്തി വർദ്ധിക്കുന്നു. ക്രമേണ എവിടേക്ക് എത്തുന്നു? സരിദോഘ പ്രഖ്യചിത്താനൂർ. സരിദോഘ, സരിത്ത് എന്ന് പറഞ്ഞാൽ ഗംഗാപ്രവാഹം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നദീനർത്ഥമേ ഉള്ളൂ സരിത്ത് എന്ന് പറഞ്ഞാൽ. നദി, ഗംഗ അത് പറയാം മാത്രം. സരിത്ത് എന്ന് പറഞ്ഞാൽ ഒരു നദിയാണ്. നദിയുടെ ഇടതടവില്ലാത്ത പ്രവാഹം പോലെ ചിത്താനുവൃത്തി, ഭഗവാനിലുള്ള ഉറപ്പുണ്ടാവും. പിന്നെ ആ ഒരു ഭാവം നമുക്കുണ്ടാവും. കുറേ കഴിയുമ്പോഴാണ് ഉണ്ടാവുക, തുടക്കത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ സത്സംഗം വേണം. നേരത്തെ പറഞ്ഞ മമ മദനു ഭജന തത്വാലോചന സാപ്യപേയാത്, എന്നെ ഭജിക്കുന്നതിൽ കൂടിയിട്ടും തത്വാലോചനയിൽ കൂടിയിട്ടും നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുക. അതിൽ കൂടിയിട്ടും സരിദോഘ പ്രഖ്യചിത്താനുവൃത്തി പോലെയാവും. നദീപ്രവാഹത്തിലെ ഇടതടവില്ല, ഇടതടവ് കാണാൻ പറ്റില്ല, അതിൽ മുറിവ്. അതേപോലെ കിടക്കുമ്പോഴും ഇടയ്ക്കൊന്ന് ഉണർന്നാലും ഒക്കെ ഈ ഒരു ചിന്ത നമുക്കുണ്ടാവും. അല്ലേ, ഇപ്പം നാളെ ഏതാ അപ്ലോഡ് ചെയ്യേണ്ടത്, നാളെ ഏതാ പ്രിപ്പയർ ചെയ്യേണ്ടത്, നാരായണീ അപ്പം എവിടെ എത്തി, നാളെ ഏത് ദശകത്തിലത്തെ ഏത് ശ്ലോകമാണോ വരിക. അപ്പോൾ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ അത് ഏറ്റവും പുണ്യമായിട്ടുള്ളൊരവസ്ഥയാണ്. മയി സുരസരിതോക പ്രഖ്യചിത്താനുവൃത്തി, യാതൊരു മുറിവും ഇല്ലാതെ എന്നെ തന്നെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് അമ്മേ ഭവതി പരമഭക്തി, ഭവതി പരമഭക്തിയായിട്ട് മാറും. ഉണ്ടായതായിട്ടുള്ള ഭക്തി വളർന്ന് പരമഭക്തിയായിട്ട് മാറും. ഭവതി പരമഭക്തി, പരമഭക്തിയുടെ ഗുണോ സാഹി മൃത്യോർ വിജേത്രി, മൃത്യുവിനെ ജയിക്കുന്നതാണ്. ഭാഗവതത്തിൽ പ്രയോഗമുണ്ട്, ആത്യന്തികി എത്ര ന മൃത്യുഹാസ. മരണദേവൻ എല്ലാവരെയും നോക്കിയിട്ടും മൂക്കത്ത് വിരൽ വെച്ച് പരിഹസിക്കും, ഇത്ര കഷ്ടം, നീ ഇപ്പം നടക്ക്, കൂടി കേമനാണെന്നും പറഞ്ഞിട്ട് നടക്ക്. ഒരു ദിവസം നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് മലന്ന് കിടക്കേണ്ടി വരും നിനക്ക്. തലേണി ഉണ്ടാവില്ല, ബെഡ് ഉണ്ടാവില്ല, മൂടി പുതച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു കിടപ്പ് നിന്നെ ഞാൻ കിടത്തണുണ്ട്. അന്ന് നിൻ്റെ ഓട്ടമൊക്കെ നിൽക്കും. ആത്യന്തികി എത്ര ന മൃത്യുഹാസ. പക്ഷേ കാലൻ
അല്ലെങ്കിൽ മൃത്യുവിൻ്റെ ആ കള്ളച്ചിരി ഉണ്ടല്ലോ, ആരുടെ അടുത്ത് നടക്കില്ല? ഭക്തൻ്റെ അടുത്ത് നടക്കില്ല. ഭക്തനോടൊന്നും യമൻ മുട്ടുകയില്ല, അല്ലല്ലേ? മുട്ടി തോൽക്കണ്ടു. ഭക്തൻ്റെ അടുത്ത് കൂടെ വരാൻ യമന് ധൈര്യമില്ല. സ്വപ്നേബി പശ്യന്തി നത്തത്ഭടാൻ എന്ന് അജാമിളോ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വപ്നത്തിൽ പോലും ഭക്തൻ യമനെ കാണില്ല, പിന്നെ ശരിക്ക് കാണില്ല എന്ന് പറയണോ? മൃത്യുവിനെ ജയിക്കാൻ ഒരൊറ്റ വഴിയുള്ളത് ഭക്തിയാണ്. സാഹി മൃത്യോർ വിജേത്രി. അവന് പിന്നെ മരണഭയമില്ല. മരണഭയമില്ലാത്ത ഒരാൾക്ക് പിന്നെ ഏതിനെ പേടിയുണ്ടാവുക? അവൻ നിർഭയനായി തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നു. ഒരു പേടിയോ പരിഭ്രമോ ഒന്നും അവനില്ല. സാഹി മൃത്യോർ വിജേത്രി. മൃത്യുഞ്ജയ ഹോമം എന്ന് പറഞ്ഞാൽ ശരിക്ക് പറയുകയാണെങ്കിൽ 501 ഉറുപ്പ്യ ഷീട്ടാക്കിയിട്ട് പുകയ്ക്കലല്ല. ഇതൊക്കെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള കാര്യം. നമ്മളൊക്കെ അവിടേക്കാണ് പോണത്. എല്ലാവരുടെ ശ്രദ്ധ ഈ ഷീട്ടാക്കലാണ്. ഷീട്ടാക്കിയിട്ട് വഴിപാട് ചെയ്ത് ആ ഷീട്ട് മടിയിൽ വെച്ചാൽ മൃത്യു നമ്മളെ തൊടില്ലേ? എന്തൊരു തെറ്റായ ധാരണ! ഇത് ആരും എവിടുന്ന് കൊടുന്നു ഇതൊക്കെ എനിക്കറിയില്ല. മൃത്യുഞ്ജയ ഹോമമാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാ വെച്ചാൽ നിങ്ങൾ ഹോമം ചെയ്യും. അതെ, മൃത്യുവിനെ ജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഈശ്വരനിൽ വിശ്വസിക്കുക. നല്ല ധൈര്യത്തോട് കൂട്ട് ഭഗവാനെ മനസ്സിൽ ധൈര്യം. പിന്നെ ഒരു മൃത്യുവും കൂടെ അടുക്കില്ല. അതന്നെയല്ലേ മൃത്യുഞ്ജയം. മൃത്യോർ വിജേത്രി കപിലതനുരുദിത്തം ദേവകൂത്തി നിഗാതി. ചെറുതായി ആരംഭിച്ച ഭക്തി യാതൊരു മുറിവുമില്ലാതെ സദാ ഈശ്വരനിൽ തന്നെ നിൽക്കാറായാൽ പരമഭക്തിയായി. ഭവതി പരമഭക്തി സാഖി മൃത്യോർ വിജേത്രി മത്ഗുണശ്രുതി മാത്രേണ മയി സർവഗുഹാശയേ മനോഗുതിരവിച്ഛിന്ന യഥാ ഗംഗാംബസോംബുദോ. ഗംഗാജലം പോലെ ഇടതടവോ മുറിവോ ഇല്ലാത്ത ഈശ്വരനുമായിട്ടുള്ള വിച്ഛേദമില്ലാത്ത ഭാവം വന്നാൽ മൃത്യോൽ വിജേത്രി ആത്യന്തികി എത്ര ന മൃത്യുഹാസ. മൃത്യുവിൻ്റെ ആ കള്ളച്ചിരിയൊന്നും ആരിൽ കാണില്ല? ഭക്തനിലുണ്ടാവില്ല. ഇതാവൻ വിചാരിച്ച ആളല്ല, ഭഗവാന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ആളാണ്. വലിയൊരു ഉറപ്പ് തന്നെയാണ്. സാഹി മൃത്യോർ വിജേത്രി കപിലതരുദിത്വം ദേവകൂർത്തി. അത്തരത്തിലുള്ള ഭക്തി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. നമസ്കാരം.